So, guys, we have got the back-to-back Formula One races in this week. Last week we have got the Monaco Grand Prix, and soon after the Monaco Grand Prix we have got the Barcelona Catalonia Grand Prix. അപ്പോൾ ഈ വീക്കിൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ട്രീറ്റ് ഉള്ള ഒരു വീക്കായിരുന്നു. കാരണം നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ 24 hours ഓഫ് ലെമാൻസ്, ഫോർമുല 1-ന്റെ 2 റേസ് വീക്കെൻഡ്സ് നടന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ലെമാൻസ് കപ്പ്. സോ 24 hours ഓഫ് ലെമാൻസിൻ്റെ ക്വാളിഫയേഴ്സും അതേപോലെ തന്നെ ഫ്രീ പ്രാക്ടീസ് സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്തതാണ്. ബുധൻ, വ്യാഴം, വെള്ളി. പിന്നെ ഇന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു ഒരു ചെറിയൊരു റേസ് ഇവന്റ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് 4 മണിക്ക് റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നാളെ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും, 24 hours ആയിരിക്കും ആ റേസ് നടക്കുന്നത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ബാഴ്സലോണ ഗ്രാൻഡ് പ്രീ വീക്കെൻഡ്. സോ ബാഴ്സലോണ ഗ്രാൻഡ് പ്രീയുടെ 3 ഫ്രീ പ്രാക്ടീസസും കഴിഞ്ഞു. 3 ഫ്രീ പ്രാക്ടീസസ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ജോർജ് റസൽ, ഓസ്കർ പിയാസ്ട്രി, അതുപോലെ തന്നെ ചാൾസ് ലെക്ലർക്കാണ്. ഫ്രീ പ്രാക്ടീസ് സെക്ഷൻസിൽ ക്വാളിഫയേഴ്സ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ക്വാളിഫയേഴ്സിൻ്റെയും കൂടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം പിന്നെ കഴിഞ്ഞ വർഷം നേരത്തെയൊക്കെ ഫോർമുല 1 കാണുന്നവരാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് നടക്കുന്നത് സ്പാനിഷ് ഗ്രാൻഡ് പ്രീ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിച്ചു കാണും വൈ ബാഴ്സലോണ ഗ്രാൻഡ് പ്രീനാവും അല്ലേ? അപ്പോൾ ഞാനും വിചാരിച്ചായിരുന്നു എന്തുകൊണ്ട് ബാഴ്സലോണ ഗ്രാൻഡ് പ്രീ. നേരത്തെ ഈ സർക്യൂട്ടിൽ തന്നെയാണ് സ്പാനിഷ് ഗ്രാൻഡ് പ്രീ നടന്നത്. കഴിഞ്ഞ വർഷം വരെ ഇതിനെ സ്പാനിഷ് ഗ്രാൻഡ് പ്രീ എന്നാണ് കലണ്ടറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം വന്നപ്പോഴത്തേന് ഇതിനെ ബാഴ്സലോണ കാറ്റലോണിയ ഗ്രാൻഡ് പ്രീ എന്ന് അതിൻ്റെ ഒന്ന് റീനെയിം ചെയ്തു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിൽ 2 സർക്യൂട്ട് ഉണ്ട്. ഒരെണ്ണം ബാഴ്സലോണയിലും പിന്നെ ഒരെണ്ണം മഡ്രിഡിലും ഉണ്ട്. അപ്പോൾ മഡ്രിഡ് റിംഗ് എന്ന് പറയുന്ന വേറൊരു സർക്യൂട്ടിലുണ്ട്. അപ്പോൾ അതാണ് ഈ വർഷം തൊട്ട് സ്പാനിഷ് ഗ്രാൻഡ് പ്രീ ആയിട്ട് നടക്കുന്നത്. ജസ്റ്റ് സെയിം ആസ് റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ. അപ്പം സ്പെയിൻകാർക്ക് ഫുട്ബോളിൽ മാത്രമല്ല മോട്ടോർ സ്പോർട്ടിലും റൈവൽറി ഉണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. സോ ഈ വീക്കിലെ ബിഗ്ഗസ്റ്റ് ഫോർമുല 1-ലുള്ള അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ADO അനൗൺസ് ചെയ്തെന്നുള്ളതാണ്. ADO അനൗൺസ് ചെയ്യുന്നപ്പം വലിയൊരു ജോ ഡ്രോപ്പർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഫോർമുല 1 ഫാൻസ് വിചാരിച്ചിരുന്നത് മെഴ്സിഡസ് ആയിരിക്കും ബെഞ്ച് മാർക്ക് എന്നാണ്. മെഴ്സിഡസും വിചാരിച്ചത് മെഴ്സിഡസ് ആയിരിക്കും എന്നാണ്. കാരണം ADO അനൗൺസ് ചെയ്യും ഇങ്ങനെ മറ്റ് ടീമുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് FIA അനൗൺസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് ടോട്ടോ വോൾഫാണ്. സോ they were also expecting them to be the benchmark of ADO. അപ്പോൾ സർപ്രൈസ് ആയിട്ട് FIA അനൗൺസ് ചെയ്തപ്പോൾ റെഡ് ബുള്ളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് അവർ അനൗൺസ് ചെയ്തു. മാക്സ് വെർസ്റ്റാപ്പൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഷോക്കിംഗ് എന്ന് പറഞ്ഞു. മാക്സ് മാത്രമല്ല നമ്മളെല്ലാവരും ഷോക്കായി പോയി. അപ്പോൾ അവർ ഇത്ര നാളും നടന്ന ഈ ഒരു 5 റേസിംഗിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് ഈ ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത്. അതുമാത്രമല്ല ഈ ഒരു പവർ യൂണിറ്റ് ബെഞ്ച് മാർക്ക് ആക്കുന്നത് IC എഞ്ചിൻ്റെ മാത്രം പവർ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് ഈ ഒരു ADO ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ബാറ്ററിയുടെയോ അല്ലെങ്കിൽ NGKൻ്റെയോ പവർ അതിനകത്ത് വരുന്നില്ല. അതൊരു കാരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ പവറിൽ, അതായത് എഞ്ചിൻ്റെ മാത്രം പവർ ഔട്ട്പുട്ടിൽ റെഡ് ബുള്ളിൻ്റെ എഞ്ചിനാണ് മെഴ്സിഡസിനേക്കാളും ഫെറാറിയേക്കാളും ടോപ്പിലുള്ളത്. സോ അപ്പം എനിക്ക് തോന്നുന്നു റെഡ് ബുൾ അതിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി FIAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം റെഡ് ബുള്ളിൻ്റെ അവസ്ഥ അറിയാലോ. ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. അവർക്ക് സ്പീഡും ഇല്ല, അവരുടെ ചാസിയും ബ്രോക്കണാണ്. എല്ലാ റേസിലും അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ എഞ്ചിൻ എങ്ങനെ ADO ബെഞ്ച് മാർക്കായി, അതായത് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി റെഡ് ബുൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ADO ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്ന ടീമുകൾക്ക് അതിനെ ടോപ്പാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ അതാണ് ബേസ്. ആ ഒരു എഞ്ചിനാണ് ആ വർഷത്തെ ഗ്രിഡിൽ ഏറ്റവും സ്പീഡായിട്ടുള്ള, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ. ആ എഞ്ചിനോട് കോപ്പപ്പ് ചെയ്യാനാണ് മറ്റ് ടീമുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അപ്പം റെഡ് ബുള്ളിനെ ബെഞ്ച് മാർക്കാക്കി വെച്ചു. അതിൻ്റെ അർത്ഥം റെഡ് ബുള്ളിന് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. പക്ഷെ അവിടെ വേറൊരു ക്ലോസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബുള്ള് ഇതേപോലെ തന്നെ ബാഡായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ തുടർന്നാണ് ഇനിയും വരുന്ന 6 വീക്സിലേക്ക് അടുത്ത ഒരു 3-4 റേസ് വീക്കെൻഡിലേക്ക് റെഡ് ബുള്ളിൻ്റെ പെർഫോമൻസ് ശോകമാണെങ്കിൽ റെഡ് ബുള്ളിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ FIA ഈ ഒരു അപ്ഗ്രേഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് ഓരോ 6 വീക്സിലാണ്. അതായത് ഇപ്പം ഓസ്ട്രേലിയ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് 6 വീക്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പം മൊണാക്കോ ഗ്രാൻഡ് പ്രീ കഴിഞ്ഞപ്പോഴാണ് ADO അനൗൺസ് ചെയ്തത്. ഇനിയും ഒരു 6 വീക്ക് കഴിയുമ്പോഴായിരിക്കും അടുത്ത അപ്ഗ്രേഡിന് വരുന്നത്. അപ്പോൾ അടുത്ത അപ്ഗ്രേഡ് വരെ റെഡ് ബുള്ളിൻ്റെ പെർഫോമൻസ് ശോകമാണെന്നുണ്ടെങ്കിൽ റെഡ് ബുള്ളിനും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ ബാഴ്സലോണ ഗ്രാൻഡ് പ്രീ എത്തിയപ്പോഴത്തേന് മിക്ക ടീമുകളും കുറേ ചേഞ്ചസുമായിട്ടാണ് വന്നത്. അതിൽ ഏറ്റവും ടോപ്പ് ഉള്ളത് ഫെറാറിയാണ്. 8 ചേഞ്ചസുമായിട്ടാണ് ഫെറാറി ബാഴ്സലോണയിലേക്ക് വന്നിരിക്കുന്നത്. സോ ഫെറാറി, കാഡിലാക്ക്, റെഡ് ബുള്ള്, മെക്ലാരൻ, മെഴ്സിഡസ്, റേസിംഗ് ബുൾസ്, വില്യംസ്, ഇത്രയും ടീമുകൾ മാത്രമേ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഏറ്റവും കുറവ് അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത് വില്യംസ് ആണ്. ഒരു അപ്ഗ്രേഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് ഫെറാറിയുമാണ്. സോ ഫെറാറി അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത് എയറോഡൈനാമിക്കലിയാണ്. ഫ്രണ്ട് വിങ്സിൽ, നോസിൽ, അതുപോലെ ഡിഫ്യൂസേഴ്സിൽ, സൈഡ് പോർട്സിൽ, ഫ്ലോർസിൽ, ഇത്രയും സെക്ഷൻസിലാണ് ഫെറാറിയുടെ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടവും ഇതേപോലെ
അപ്ഗ്രേഡ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഇവിടെ ചൈനയിലായിരുന്നു ജപ്പാനിലായിരുന്നു അപ്ഗ്രേഡ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേന് ഫെറാറി ആയിരുന്നു ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നത്. എന്നിട്ടും അതിനനുസരിച്ചിട്ട് വലിയ റിസൾട്ടൊന്നും ഫെറാറിയുടെ ഭാഗത്തുനിന്നും വന്നില്ല. വീണ്ടും അവരവരുടെ സ്ഥിരമായിട്ടുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി മിസ്റ്റേക്സ് അവർ ചെയ്തു. അങ്ങനെ പിന്നെ ഫ്രീ പ്രാക്ടീസ് 2 വന്നപ്പോഴത്തേന് അതിൽ ഫാസ്റ്റസ്റ്റ് ഉണ്ടായിരുന്നത് മെഴ്സിഡസ് എഞ്ചിൻസ് ആയിരുന്നു. മെഴ്സിഡസ് ഉണ്ടായിരുന്നു, ജോർജ് റസൽ ഉണ്ടായിരുന്നു, പിന്നെ ഓസ്കറും ലാൻഡോയും ആണ്. മെക്ലാരൻ മെഴ്സിഡസ് എഞ്ചിനാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ FP2 ഫെറാറി ഇല്ല, FP1 ചാൾസ് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും FP3 ആയി. FP3 ആയപ്പോൾ വീണ്ടും ചാൾസ് ലെക്ലർക്ക് ടോപ്പിലേക്ക് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ജോർജ് റസൽ 1, സെക്കൻഡ് പൊസിഷനിലുള്ളത് ഓസ്കർ, തേർഡ് പൊസിഷനിൽ ചാൾസ്. പിന്നെ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു, പിയർ ഗ്യാസ്ലിക്ക് ആ മൊണാക്കോ ഗ്രാൻഡ് പ്രിയിലെ P3 പൊസിഷൻ തിരിച്ചു കൊടുത്തു. അതായത് റേസ് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് പിയർ ഗ്യാസ്ലിയിൽ നിന്ന് ആ ഒരു P3 പൊസിഷൻ മാറ്റി റെഡ് ബുള്ളിൻ്റെ ഐസക് ഹഡ്ജാർ ആയിരുന്നു P3 ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഇന്നലെ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തു പിയർ ഗ്യാസ്ലിക്ക് ആ ഒരു പൊസിഷൻ തിരിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ FIAയുടെ ഭാഗത്തു നിന്നൊരു ബ്ലണ്ടറാണ് വന്നത്. ഇപ്പം FIAയുടെ തീരുമാനങ്ങൾ ടീംസിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. അവർക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. അപ്പം പിയർ ഗ്യാസ്ലിക്ക് പെനാൽറ്റി കിട്ടിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ് ലൈനിൽ ഓവർ സ്പീഡിങ് ചെയ്തതിനാണ്. FIAയുടെ ഒരു ഡേറ്റ കാണും, മീൻസ് അവരുടെ ഡേറ്റ അനാലിറ്റിക്സിലൂടെ അവർക്ക് കിട്ടിയപ്പോൾ ചിലപ്പോൾ ഓവർ സ്പീഡിംഗ് ആയിട്ടായിരിക്കും കണ്ടത്. അതല്ല അൽപൈൻ്റെ കയ്യിൽ ചിലപ്പം ഓവർ സ്പീഡിംഗ് അല്ലാതെ അതിന് ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടായിരുന്നായിരിക്കും. അതാണ് സോ ദേ ആസ്ക് ദ FIA ടു റിവൈൻഡ് ദ ഡിസിഷൻ. അപ്പോൾ അങ്ങനെ 2 ദിവസം മുമ്പ് റൂമർ ഉണ്ടായിരുന്നു ഇതുപോലെ പൊസിഷൻ തിരിച്ചു കൊടുക്കുന്നു, പക്ഷേ ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. സോ വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴ്സിഡസ് W70 റിയർ ഡിഫ്യൂസേഴ്സിനെ കുറിച്ചാണ്. അവരുടെ ഡിഫ്യൂസേഴ്സിലുള്ള ഡിസൈൻ ആദ്യം ഫെറാറിയുടെ കാറിലുണ്ടായിരുന്നു. അപ്പം ഫെറാറി അത് വെച്ചപ്പോഴത്തേന് FIA അതിനെ റെഗുലേറ്റ് ചെയ്തായിരുന്നു. അപ്പം മെഴ്സിഡസ് ഇത് വെച്ചപ്പോഴത്തേന് അവരെന്തായാലും അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യും. സോ അതെന്തോ ഒന്ന് കാണാം. സോ ഫൈനലി നമ്മുടെ ഇനിയും ബാഴ്സലോണ ഗ്രാൻഡ് പ്രീ നമ്മൾ കാണുന്ന ഏറ്റവും അവസാനമായിട്ട് കാണാൻ പോകുന്നത് ഈ വർഷമായിരിക്കും. അടുത്ത വർഷം തൊട്ട് ബാഴ്സലോണ ഈ ഒരു സർക്യൂട്ട് ഇല്ല, എന്തോ റീകൺസ്ട്രക്ഷൻ എന്തോ പരിപാടിയാണ്. അടുത്ത വർഷം തൊട്ട് സ്പാനിഷ് ഗ്രാൻഡ് പ്രീ ആയിട്ട് നടക്കാൻ പോകുന്നത് മഡ്രിഡ് റിംഗ് സർക്യൂട്ടിലാണ്. സോ അതുപോലെ തന്നെ ഫെർണാണ്ടോ അലോൺസോ അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇറ്റ് ഈസ് എ ലാസ്റ്റ് ടൈം റേസിംഗ് ഇൻ ദി സർക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് എല്ലാവരും വിചാരിച്ചു ഫെർണാണ്ടോ അലോൺസോ റിട്ടയർ ചെയ്യാൻ പോകണമെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ചത് ബാഴ്സലോണ കാറ്റലോണിയ സർക്യൂട്ടിൽ അവസാനത്തെ റേസ് ആയിരിക്കും എന്നാണ്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യംസിൻ്റെ കാര്യം അറിയാമല്ലോ. വില്യംസ് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ബാഴ്സലോണയിൽ നടന്ന ഷെയ്ക്ക് ഓഫ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അവരുടെ ഡെലിവറി എല്ലാം പ്രസൻറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ബാഴ്സലോണ ഷെയ്ക്ക് ഓഫ് അവർക്ക് മിസ്സായിരുന്നു. അതേപോലെ തന്നെ പ്രീ സീസൺ ടെസ്റ്റിംഗ് കുറേ മിസ്സായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല 10 കിലോയോളം അവർ ഓവർ വെയിറ്റ് വരും. അപ്പം വില്യംസ് ഈ ഓരോ സമയത്തും അപ്ഡേറ്റ് കൊണ്ടുവരുന്നതനുസരിച്ച്, അതായത് ആദ്യം ജപ്പാനിലാണോ ചൈനയിലാണോ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കുറച്ച് മെഴ്സിഡസുമായിട്ട് ഏകദേശം മെഴ്സിഡസിനേക്കാളും 1 കിലോ മാത്രം കൂടുതൽ വെയിറ്റ് ഉള്ള രീതിയിലേക്ക് കുറച്ചുകൊണ്ട് വന്നായിരുന്നു. ഇപ്പം ഓരോ അപ്ഗ്രേഡ് അനുസരിച്ചിട്ട് അവർ വെയിറ്റ് കുറച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഈ വട്ടം അവർ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ അപ്ഗ്രേഡിലും അവർ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. സോ ദേ ആർ ഡൂയിങ് ബെറ്റർ, ഗെറ്റിംഗ് ബെറ്റർ. അവരുടെ ഫ്രീ പ്രാക്ടീസിലും അവരുടെ ഒരു നല്ല പേസ് ഉണ്ടായിരുന്നു. അപ്പം ബാഴ്സലോണ ഗ്രാൻഡ് പ്രീയിൽ വില്യംസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ്, അവർക്ക് എന്തായാലും നല്ലൊരു പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 10 പറഞ്ഞാൽ P10 തന്നെ വരാൻ സാധ്യതയുണ്ട്. കാർലോസ് സൈൻസോ അലക്സ് ആൽബോണോ ആരെങ്കിലും. പിന്നെ റേസിംഗ് ബുൾസിൻ്റെ ലിംബ്ലാഡും ലോസോണും ബോത്ത് ഓഫ് ദം ആർ ഇൻ ഗുഡ് ഫോം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരിക്കും. പിന്നെ മാക്സ്, പിന്നെ ജോസ് വെർസ്റ്റാപ്പനും, പിന്നെ മറ്റേ ഹെൽമറ്റ് മാർക്കോ, പിന്നെ റെഡ് ബുള്ളിൻ്റെ ടീം പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ഇവരെല്ലാം കൂടെ എന്തോ ഒരു മീറ്റിങ്ങും പരിപാടിയായിട്ടൊക്കെ നെതർലൻഡ്സ് വെച്ച് എന്തോ മീറ്റിംഗ് നടത്തിയെന്നും ഇങ്ങനെ ടോക്സൊക്കെ നടക്കുന്നുണ്ട്. എന്തോന്ന് അറിയത്തില്ല. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ, മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. മാക്സിൻ്റെ ട്രാൻസ്ഫർ ആണോ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. പിന്നെ കഴിഞ്ഞ വട്ടം ഇതേപോലൊരു മീറ്റിംഗ് നടന്നപ്പോഴാണ് ക്രിസ്ത്യൻ ഹോണറിനെ പുറത്താക്കിയത്. അപ്പോൾ ഏതായാലും നോക്കാം. ബൈ.